Once again, we welcome you, actor Tini Tom, to star Magic. Welcome all of you. എന്താണ് മൊത്തത്തിൽ എക്സ്പ്രഷൻ ഇനി കിടക്കണല്ലേ പറയാൻ. അതാണ് എല്ലാം ഇപ്പൊ പറയണ്ട, ലിമിറ്റഡ് സ്റ്റോക്ക് അല്ലേ. എന്തായാലും വന്നല്ലേ നമുക്ക് തുടക്കം ഒരു പഞ്ചിന് വേണ്ടി ഈ തൊപ്പിയിൽ നിന്ന് പ്രാവിനെടുക്കുന്നതിന് മാജിക് കാണിക്കും. അല്ല ടിനിച്ചേട്ടൻ അല്ലെങ്കിൽ തലയിൽ കട്ടൻ ചായിട്ട് കാണിക്കും. ഞങ്ങൾക്ക് എന്തെങ്കിലും കാണണം. അതായത് ടിനിച്ചേട്ടന്റെ പാട്ടിന് ഒരു അടിക്കുറിപ്പ് പറഞ്ഞിട്ടാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. അതായത് നോബിച്ചേട്ടൻ വന്നിട്ട് ലൈക്ക് പവനായി ശവമായി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല ഇനി ഒന്നും കൂടെ ഉണ്ട്. എന്താ വല്ലഭന് പുല്ലുവായത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ അടിക്കുറിപ്പുകൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഇൻട്രോ സ്റ്റാർട്ട് ചെയ്തിട്ടാലോ. ഒന്ന് ജസ്റ്റ് ഒന്ന് തുടങ്ങാം. എല്ലാവരും നമ്മുടെ വിസ്താരയിലേക്ക് ഒന്ന് നോക്കിക്കോളൂ. ഒരു ഫോട്ടോ നമ്മൾ കാണിക്കൂട്ടോ, അതിനൊരു അടിക്കുറിപ്പ് കൈയോടുകൂടി. അയ്യോ വേണ്ടായിരുന്നു. പഴഞ്ചൊല്ലു പോലെയല്ലേ പറയേണ്ടത്. എങ്ങനെ പറഞ്ഞാലും നാലുകാലി വീണാ മതി. കുപ്പയിലെ മാണിക്യം. അങ്ങനെയല്ല ആ മുഖഭാവം ഇല്ലേ എനിക്ക് ഇഷ്ടമായി. ഞാൻ പറയട്ടെ, ചേച്ചി ഒരു ഉദ്ഘാടനത്തിന് വരാവോ? 25,000 രൂപയേ ഉള്ളൂ. ഇല്ല ശരി, ഓക്കെ. അടുത്തത് ഇതെന്റെ അടിക്കുറിപ്പ്. ഞാൻ പറയട്ടെ, എന്ത് എനിക്ക് കടം തന്നില്ലേലും ഞാൻ കുടിക്കൂടാ പട്ടി. എന്നിട്ടൊരു കൊഞ്ഞനും കുത്തും. ശരി, ഓക്കെ. അടുത്ത ആളിലേക്ക് പോവാം. ഇത് നമുക്ക് പറ്റിയതല്ല. ഇത് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കണാണോ? ടീമിന്റെ ക്യാപ്ഷൻ പറയട്ടെ, എത്ര ഗോൾ അടിച്ചാൽ നമ്മൾ ഇതിൽ ജയിക്കും? സൂപ്പർ. ഓക്കെ, നെക്സ്റ്റ്. ദാസപ്പ എന്നൊന്ന് ശരിക്കും നോക്കി, എനിക്കതിൽ കുഴപ്പമുണ്ടോ? അടുത്തത് ഒരു പൈന്റ് മേടിക്കാൻ വിട്ടിട്ട് എവിടെ പോടാ നാറി. ഇത് എന്ത് പറയാനിതിന്? ഫ്ലവേഴ്സിന് വേണ്ടി എന്ത് ചെയ്ത ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിനെ നോക്കാൻ വേണ്ടി ഫ്ലവേഴ്സ് ടിവിക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായി. ഇവിടെ ജനിക്കേണ്ടവനേ അല്ല. ശരി, നെക്സ്റ്റ്. അയ്യാ, കട്ടൻ ചായാലും ഈച്ചയ്ക്ക് വേറെ തങ്കച്ചൻ വീണു. സൂപ്പർ സാധനം. ഒരു മേലെ വേറെ ഒന്നുമില്ല. ഇതിന്റെ അപ്പുറം ഇനി ഇല്ല. നെക്സ്റ്റ്. അല്ല, ഞങ്ങൾ അറിയാതെ നീ അവൻ ഷിയാസ് കരീം എവിടെ പോയി? ഞങ്ങൾ അറിയാതെ നിങ്ങൾ എവിടെ പോയി? കുറ്റാലത്തിന് ഹെൽമെറ്റ് എടുക്കാതെ എങ്ങോട്ട് പോവാ? ശരി, അടിപൊളി. നെക്സ്റ്റ്. അയ്യടാ, കല്യാണരാമൻ. എല്ലാം കിട്ടി, കിഴങ്ങ് കിട്ടിയില്ല. അത് വേണമെങ്കിൽ സ്റ്റാർ മാജിക്കിൽ പോണം. നെക്സ്റ്റ്. ശമ്പളം വന്നേ. ഓക്കെ, അടിപൊളി. നെക്സ്റ്റ്. 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് എന്ത് അതൊന്നുമില്ല. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ചു പഠിപ്പിക്കും. സിനാജ് ചങ്ങനാശ്ശേരി. ഓക്കെ, നെക്സ്റ്റ്. ദൈവമേ, ഈ വയസ്സാങ്കാലത്ത് എന്റെ തിരുപ്പനും കെട്ടണം, എന്റെ മോന്റെ തിരുപ്പനും കെട്ടണം എന്ന അവസ്ഥയാണ്. ഓക്കെ, നെക്സ്റ്റ്. അനുമക്കളും നോബിയെ തിരക്കിയുള്ള യാത്രയാണിത്. അത് കളിക്ക്. ഓക്കെ, നെക്സ്റ്റ്. ഇവനാണ് ഇവിടെ കോംബോ പിടിക്കാൻ നടക്കണം. നീ ആദ്യം കണ്ണാടി എടുത്ത് നിന്റെ മുഖം ഒന്ന് നോക്കണം, എന്നിട്ട് നീ അന്വേഷിക്കണം നിന്റെ കോംബോയെ ഇവിടുന്ന്. ആയിട്ട് കോംബോ ചന്ദ്രൻ. എനിക്ക് വിശക്കുന്നുണ്ട് തള്ളേ. അടിപൊളി. സൂപ്പർ. അടുത്തത്. നീലത്തിൽ വീണ എലി. അടിപൊളി. സൂപ്പർ. അപ്പൊ ഇതെല്ലാം ഈ ഒരു ഗെയിമോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ടിനിച്ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. നേരെ ഇനി നമ്മുടെ ഗസ്റ്റ് സീറ്റിലേക്ക്. വെൽക്കം യു ചേട്ടാ, പ്ലീസ്.
ചേട്ടാ ഈ പന്നിക്ക് എത്ര വില? മോളെ ഇവിടെ എല്ലാം കിഴങ്ങാളാണ്. കിഴങ്ങിന്റെ അല്ല തിന്നല്ലേ കട്ട് കറങ്ങി നീ ചത്തുപോകും. ഹലോ, സാധാരണ നിങ്ങൾ വരുമ്പോ പട്ടിയെ കൊണ്ടാണല്ലോ വരാറ്. പട്ടിയെ കൊണ്ട് വരുമ്പോ നിങ്ങൾ ആരാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? പട്ടിയെ നിങ്ങള് മൃഗയിലെ മമ്മൂട്ടിയല്ലേ? മൃഗേന് അല്ല നോബിച്ചേട്ടാ എനിക്ക് മനസ്സിലായി. ആ നോക്കട്ടെ, നേരെ നോക്കട്ടെ. പുട്ടർ മിസ് അല്ല നോബിച്ചേട്ടാ, രാജമാണിക്യം. ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ, എന്നെ മനസ്സിലായോ? ആ നാറാണത്ത് പ്രാന്തൻ. രാജമാണിക്കൂ അതിന്റെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെയാണോ കുട്ടി? നരസിംഹം. അല്ല ഞാൻ പറയാം. ഇതും എന്നെ കണ്ടിട്ട് ഞാൻ പറയാം എന്തോ ആയിക്കോട്ടെ, പന്നിക്ക് എന്താ വില എന്ന് പറ. പന്നിയല്ല, ഇത് ആടാണ്. എന്റെ ഇതല്ല, ഈ ചീമപ്പന്നിക്ക് എന്താ വില എന്ന് ഞാൻ ചോദിച്ചു. ഹലോ, ഞാൻ ചോദിക്കട്ടെ, താങ്കളുടെ ഒരു തമാശ സ്ക്വയർ ഫീറ്റിനാണോ ഇവിടെ ശമ്പളം? ഇതിന്റെ ബാംഗ്ലൂരേക്ക് പുറപ്പെടുന്ന ഒരു കല്ലട ബസ് സ്റ്റാൻഡിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കേരളമുള്ളവർ കയറി കഴിഞ്ഞാൽ ബസ് വിടായിരുന്നു. രാവിലെ 10:30 നമുക്ക് എത്തണം ബാംഗ്ലൂർ. കയറുന്നുണ്ടോ? സ്ഥലമുണ്ട്. ഹലോ, ദശഗുള മൊത്തം ദശയാണ്. എന്നിട്ടാണ് എന്നെ കളിയാക്കുന്നത്. നിന്നിട്ട് അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. കറുത്ത ജുബ്ബ ആട് ഞാൻ എന്ത് തോന്നുന്നു? ആട് ആന്റണി. ഇറച്ചിക്കട നടത്തുന്ന ഉല്ലാസ് പന്തളം. ആടും ഞാനും. പൃഥ്വിരാജ് ആട് ജീവിതം. ആട് ഫിലിം ഒന്ന് ഓർക്കുക. ആട് ഫിലിമിന്റെ ആളാണ്. ആ ചേട്ടാ, നിങ്ങളെ കാണാൻ വേണ്ടിയിരിക്കണം. എനിക്കൊരു ആർട്ട് ഫിലിം ചെയ്യണം, ഒരു ടെസ്റ്റ്. എന്റെ മണ്ട വെട്ടി തുറക്കാൻ ഞാൻ എന്തിനിങ്ങോട്ട് കയറി വന്നു? ഡയറക്ടറെ എന്നെ ആക്ഷേപിക്കാനാണോ ഇങ്ങോട്ട് കയറ്റി വിട്ടത്? റോൾ ചെയ്തിട്ടില്ല. സമാധാനം. ഇതങ്ങനെ വെളിയിൽ പോയിരുന്നെങ്കിൽ എന്റെ ആത്മാഭിമാനം ഞാൻ പണയം വെച്ചു. മനസ്സിലായില്ല സത്യം. എന്തായാലും ആട് 1 ആട് 2 ഫിലിം ഇറങ്ങി. അതിലെ നായകനാണ്. നിങ്ങൾ ജയസൂര്യാണോ ഉദ്ദേശിക്കുന്നത്? അതെ. അത് ആട് 2. അതിന് ഇത്ര വയറില്ലല്ലോ. അതെന്താ പറയാൻ ഇത്ര ജാട? അല്ല, അതിനകത്ത് ജയസൂര്യക്ക് ഇത്ര വയറില്ലല്ലോ. എടാ, ഇത് ആട് 5 ആണ്. ആട് 1, 2 ചേട്ടാ, സത്യം പറയണം, ആ ചുമന്ന കണ്ണട വെച്ച് ഇങ്ങോട്ട് നോക്കുമ്പോ ഇത് ആടിനെ കൊണ്ടാ വന്നേ. 2 ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിക്കരുത്. ചെറിയ റോഡാണ് ഇത്. ചുവന്ന ആടാണോ? അമ്മച്ചിയുടെ കയ്യിലിരിക്കുന്ന പെട്ടി ഇങ്ങ് തന്നേക്ക് എന്ന് പറയുന്ന ആളല്ലേ? ആടിന് പിണ്ണാക്ക് വേണോ? എന്തിന്? വേണ്ട. ഇനി ഞാൻ അവന്റെ തല വെട്ടി പൊളിക്കാനൊക്കെ ഒരുപാട് പൈസ ചെലവാക്കേണ്ടി വരും. ഏകദേശം ഇത് ആരായിട്ട് തോന്നുന്നു? എന്തൊക്കെയോ പിച്ചുമ്പയും പറഞ്ഞോണ്ടിരിക്കുക. ജയസൂര്യ. ഇതാ ചിരിക്കേ ചേട്ടാ, ഇത് ചുമന്ന ആടല്ലേ? ചുമന്ന ആടല്ലേ ഇത് ചുമന്ന ആടാണെന്ന്. പിന്നെ ചേട്ടൻ ചുമന്നല്ലേ ഇവിടെ ആടിനെ കൊണ്ടുവന്ന്? സുമേഷ് വിവരമില്ലായ്മയ്ക്ക് ഒരു അവാർഡ് നൈറ്റ് വെക്കുവാണെങ്കിൽ ഇവനായിരിക്കും അത്. അപ്പൊ എന്റെ വാർഡ് എവിടെ ചോദിക്കടാ? എന്റെ വാർഡ് അവാർഡ് കൊണ്ടു. നിനക്ക് പേ വാർഡ്, പേ പിടിച്ച് കിടക്കുന്ന പറഞ്ഞ വാർഡാണ്. ഇവിടെ ഒരു വടംവലി നടക്കാൻ പോവല്ലേ? ഈ മത്സരത്തിൽ ജയിക്കുന്ന ആൾക്ക് സമ്മാനം നൽകാനാണ് ഞാൻ വന്നത്. എന്ത് സമ്മാനം? എന്റെ മണിക്കുട്ടി. ഈ ആട്ടിന്റെ ബാറ്ററി ഞങ്ങൾ വാങ്ങിച്ചിരുന്നോ? ചേട്ടൻ തന്നെ ഇട്ട് തരും. നല്ല ഹാസ്യപ്പെടാ. ശുദ്ധ ഹാസ്യത്തിന് മണിക്കുട്ടി ഓടും. മൂലച്യുതിയാണ്. ശരിക്കും ആടിന്റെ ഫിഗർ ഇവിടെ ആർക്കാന്നറിയോ? ഷിയാസ് കരീമിനാണ്. മൂന്നാറിന്റെ ഒരു വരയാട് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇങ്ങനെ നിന്നോളൂ, കൊറേ നേരം നിൽക്കും. ശരിയാണ്. ആടിന്റെ മുഖമാണെങ്കിലും കിലുക്കത്തിൽ ഇന്നസെന്റ് സ്വഭാവമാണ്. പിണങ്ങി പോയിട്ട് തിരിച്ചു വന്നിരിക്കുന്ന ആളാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ ജയിച്ച ടീമിന് സമ്മാനം കൊടുക്കാൻ വന്നാ കൊച്ചേ ഞാൻ. ശരി, ഓക്കെ. അല്ല, ആടിനെ പട്ടിയാക്കരുതെന്ന് പറയില്ലേ? അതെ. അതെന്താ അങ്ങനെ പറയണത്? പട്ടി ബൗ ബൗ എന്ന് പറയും, ആട് മേ. ഇതാണ് അതിന് ഉത്തരം. മനസ്സിലായില്ലേ? പട്ടിയൊക്കെന്ന് പറയുന്ന ഒരു നമ്മൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതല്ല, അത് സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് കെട്ടിയിട്ട് ആടിനെ കൊണ്ടുവന്ന് നിർത്തും. എന്നിട്ട് പട്ടിയല്ലേ നോക്കിയോ ഇങ്ങനെ പിടിച്ചു പോകുമ്പോ ശരിക്കും പട്ടിയുടെ പോലെ തന്നെ തോന്നും എല്ലാ കാര്യങ്ങളും. നോക്കിയേ, ശരിയാണല്ലോ. ആ ഇവിടം കൊണ്ടുള്ള ഒരു എല്ലാം കണ്ടു. ഈ ഒരു അറിവ് ഞാൻ ചാൾസ് രാജകുമാരിൽ പോലും കണ്ടിട്ടില്ല. ചാൾസ് രാജകുമാരനാക്കി അതും തെറ്റിച്ചു. കാലത്തൊട്ട് അനുഗ്രഹം വായിച്ചില്ലേ? അപ്പൊ ഇവിടെ പേര് തന്നെ ദാക്ഷായണി ജട്ട്. അല്ല, ഞങ്ങൾക്ക് അറിയേണ്ട കേസൊന്നും ഇതല്ല. ഇവിടെ വന്നിട്ട് ഈ സംസാരിക്കുന്ന കഥാപാത്രം ഏതാണ്? എടാ പോലെ ഏർക്കായിരുന്നു. ശരി, ഇപ്പൊ സ്റ്റാർ മാജിക്കിൽ നമ്മൾ ഇനി പോകാൻ പോണ ഗെയിമിന്റെ പേരാണ് Moving on to the game, and that is മണിക്കുട്ടിയുടെ സോപ്പ് പെട്ടി. ഷാജിയേട്ടോ, ആടിന് വിശകെടുത്താണ് പിണ്ണാക്കൂട്. ഇവിടെ തുളയ്ക്കുക, ഒരു ഓസ് അങ്ങോട്ട് ഇടുക, വലിച്ചു കുടിക്കുക. പിണ്ണാക്കിനെ കണ്ടതിന് പഴത്തൊലിയാണ് ഷിയാസ് അവിടെ എന്റെ അടുത്ത്. ഇത്രയുള്ളൂ ഗെയിം. ഈ ടീമിൽ നിന്ന് ഒരാൾ വരുന്നു,
ഈ ടീമിൽ നിന്ന് ഒരാൾ വരുന്നു. ഇവരുടെ കയ്യിൽ ജസ്റ്റ് നമ്മൾ വടംവലിയുടെ തന്നെ ടഗ് ഓഫ് വാർ പോലെ തന്നെ നമ്മൾ ലൈക്ക് റോപ്പ് ഇവരുടെ കയ്യിൽ നമ്മൾ കൊടുക്കുകയാണ്. രണ്ട് സൈഡിൽ നിന്നും അവർ നിന്നതിന് ശേഷം നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ വടം വലിക്കണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കല്ല, ഏത് ടീമിനെയാണ് നമ്മൾ വെള്ളത്തിലേക്ക് വലിച്ചെടുത്തിടുക അതാണ് ടാസ്ക്. വെള്ളത്തിൽ വീഴുന്ന ഓപ്പോസിറ്റ് ടീമിനായിരിക്കും 1 പോയിന്റ് കിട്ടാം. ഓക്കെ, അപ്പോ ഓരോ ടീമിൽ നിന്ന് ഓരോ മെമ്പേഴ്സ് വരുന്നു. അങ്ങനെയെങ്കിലും സ്പോൺസർ ഒന്ന് രക്ഷിച്ചു കൊടുക്കാം. ഇവിടെ ലൈക്ക് കോമ്പറ്റീഷൻ സ്പിരിറ്റിൽ ഉപരി ഒരു ഫൺ ആയിട്ട് നിങ്ങൾ ഈ ഗെയിം എക്സിക്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. നിൽക്കുമ്പോ ശ്രദ്ധിക്കുക, ബാലൻസ് നോക്കുക. ഹെൽമെറ്റും മാങ്ങാൻട്രി ആണ്. പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ. ഓക്കെ, നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓൾ ദി ബെസ്റ്റ് അനു, അതുപോലെ തന്നെ ദേവിക്കുട്ടി. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. പതുക്കെ സ്ലോ. അതാണ് അനു ഇരിക്കുക. ദേവി വലിക്ക്, നോ പ്രോബ്ലം. അടുത്തൊന്നും വിടരുത്, കോംപ്രമൈസ് ഇല്ല. വലി ദേവി. എല്ലാം കഴിഞ്ഞെന്നാ തോന്നുന്നു. ഓക്കെ, നമ്മളിപ്പോ പോയിന്റ് ഇപ്പൊ പറയുന്നില്ല കേട്ടോ. ശരിക്കും 3 chances ആണ്. സോ കമാൻ. ഒരു തൊണ്ടിപ്പഴം കുളത്തിൽ വീണതുപോലെ. അനുവിന് എന്താ പറയാനുള്ളേ? പ്ലാനിങ് മൊത്തം തെറ്റിപ്പോയോ? ആ ചേച്ചി ഏത് ചേച്ചി? മണ്ണിലും വെള്ളം കേറി. മണ്ണിലല്ല, മണ്ടയില് വെള്ളം കയറിന്ന്. ഒരു കുഞ്ഞു കുട്ടിയെ വലിച്ചിടാൻ നോക്കിയതല്ലേ, ഇപ്പൊ എന്തായി? ഞാനിപ്പോ കാണിച്ചു കൊടുക്കാന്ന്. അതെ, എന്താന്നറിയോ, മണ്ടയിൽ വെള്ളം കയറിയതല്ല, മണ്ടയിൽ ചകിരിച്ചോറായപ്പോ വെള്ളം ആഗീരണം ചെയ്തതാണ്. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. റെഡി? സ്റ്റാർട്ട് ചെയ്യണം. വിഷിൽ വേണം. പാഴ്ത്തടിയാണല്ലോ. ചേച്ചി ഞാൻ വലിച്ചില്ല, ചേച്ചി താനെ ഒന്ന് വീഴുന്നതാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതാണ് നമ്പർ. ഇപ്പൊ മനസ്സിലായി. അയ്യേ. 1, 2, 3. ദേവി വലിക്ക്. എന്നടി വണ്ടർലെ റൈഡ് കളിക്കുന്നു. ഇത് 2 പോയിന്റ് ഇവരുടെ ടീമിന് കിട്ടി. ഇവിടെ വെച്ച് ഗെയിം വേണമെങ്കിൽ നിർത്താം. പക്ഷെ അനുവിന്റെ ആ ഒരു ചോദ്യത്തിൽ എനിക്കൊരു ദയനീയത തോന്നി. ഒരു അവസരം കൂടെ കൊടുക്കാം അല്ലേ? നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ അനു പറഞ്ഞ ആ ഒരു ലാസ്റ്റ് റൗണ്ട് അനുവിന്റെ റിക്വസ്റ്റ് പ്രകാരം. റെഡി? 1, 2, 3. ദേവി ഇങ്ങോട്ട് വലിക്ക്. അനു പിടിക്കരുത്. വലിയ ഇതിനപ്പുറം ഇപ്പുറം മാറിയിട്ട് വരില്ല. ബുദ്ധി എന്ന് പറഞ്ഞ സംഭവം വേണം. അതല്ല, ഒരു തവണയും കൂടെ ഞാൻ കയർ മാറ്റി. പറ്റില്ല. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഷിയാസിനെ തരാം പഴം. മണ്ട റബ്ബറിന്റെ ഇല കൊണ്ട് കൊടുത്ത എന്റെ ആടിനെ കൊല്ലാൻ ഇല കൊടുത്ത് തടി വെച്ചിട്ട് എന്നാ ഒരു കാര്യം സത്യം കേട്ടോ, നിങ്ങളും പണ്ട് റബ്ബറിന്റെ ഇല കൊടുത്താണ്. അത് റബ്ബറിന്റെ ആടാ. സ്റ്റാർട്ട് ചെയ്യാണ്. റെഡി? ഇത് ഫ്രണ്ട്ലി മാച്ച് ആണ്. ഓൾറെഡി കോമ്പറ്റീഷൻ കഴിഞ്ഞു. ചേച്ചി കയറിങ്ങനെ ചുരുട്ടി പിടിച്ചേക്കുന്ന ചേച്ചി. 1, 2, 3. സെറ്റ്. അത് പിടിക്കരുത്. പറ്റും അനു പറ്റും.
നീ ദേഹം ഇളക്കണ്ട. ഇത് ഇളകാനൊന്നുമില്ല. ഞാനേ ഇത് ജിമ്മില് ഞാനേ നന്നായിട്ട് വർക്കൗട്ട് ഒക്കെ ചെയ്യുന്നതാണ്. പാഴ്ത്തടി എന്റെ ട്രെയിനർ പറയുന്നത് എനിക്ക് ഭയങ്കര ശക്തിയാണ്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. വെരി ഗുഡ് ദേവി. ഒരു വലിയ കൈഡി കൊടുക്കണേ. കൂട്ടത്തിൽ ഏറ്റവും ചിടുങ്ങാമണിയാണ്. നന്നായിട്ട് കളിച്ചു. ഗുഡ് ഗുഡ് ഗുഡ്. കുളത്തിൽ ചാടുന്ന ഒരു കുളം കലക്കല്ലേ ഇടയ്ക്ക് മനുഷ്യന് മണിക്കുട്ടിക്ക് വെള്ളം കുടിക്കേണ്ടതാ. ശരി, അടുത്തതായിട്ട് വരാൻ പോകുന്ന രണ്ട് മല്ലന്മാരാണ് കേട്ടോ. ഈ ടീമിൽ നിന്ന് ഷിയാസ് and ആ ടീമിൽ നിന്ന് ജിത്തു. ഒരു ചെറിയ സംഭവം ഉണ്ട്. മണിക്കുട്ടി പറഞ്ഞ കേട്ടാ, ആ വെള്ളത്തിന് ഉപ്പുരസം ഉണ്ടെന്ന്. അതിന് ടീം ഇറങ്ങിയില്ലല്ലോ. അതായത് എനിക്ക് എല്ലാം മനസ്സിലായി. അല്ല, ചേട്ടൻ എങ്ങനെ ആടിന്റെ ഭാഷ മനസ്സിലാകുന്നു? ലോക കരുതിയായ നിന്റെ ഭാഷ എനിക്ക് മനസ്സിലാകുന്നില്ലേ? എനിക്കിതറിയാം. എല്ലാ മണ്ടന്മാരും കൂടെ ഒരു ടീമിലായി. ബുദ്ധിമാന്മാരുടെ ടീമിന്റെ ക്യാപ്റ്റനെ കണ്ടോ? ഹെൽമെറ്റ് വേണ്ട. ഹെൽമെറ്റ് വേണ്ട. തലച്ചോറിന് തയമ്പ് വന്ന മനുഷ്യനാ. ഷിയാസ് എന്താ പറയാനുള്ളേ? പതുക്കെ വലിക്കുന്നു പറഞ്ഞ ആ, ശരീരം നോക്കണം. ശരീരം നോക്കണം. ഷിയാസേ, കളിച്ച് തളർന്നാ പറയണം. ക്യാരവാൻ കൊണ്ടിട്ടിട്ടുണ്ട് റെസ്റ്റ് എടുക്കാം. 1 2 3. ഇരിക്കാം. എന്റെ ആട്ടുകുട്ടി പോയേ. ഈ ജിമ്മിൽ പോണ എല്ലാരും ഇങ്ങനെയാണോ? ഷിയാസേ, വാഴപ്പണ്ടിയാന്ന് ഇപ്പഴ മനസ്സിലായ. റബ്ബർ മരമാണ്. ഷിയാസ് എന്താ പറ്റിയത്? ഈ ജിമ്മിൽ പോണ എല്ലാരും എങ്ങനെയാണ്? അടിതട്ടി ആന വീഴുന്നാണ്, തെന്നി അങ്ങ് പോയി. പവർ പോരാ. ഓക്കെ, നെക്സ്റ്റ് റൗണ്ട്. 1 2 3. ഇരുന്നോളൂ. അടിതെറ്റിയ ആന വീഴും, ഒരു തവണ വീഴും. ഇത് ഈ ആന പോഴനാനാണ്. ഞങ്ങളുടെ ഫയൽവാനൊന്ന് നിൽക്കാൻ പോലും സമ്മതിക്കണല്ലോ. ആദ്യം അയ്യോ, നമ്മള് ഫസ്റ്റ് 3 എന്ന് പറയുന്ന പോലെ കഴിഞ്ഞു. എന്നാലും നമുക്ക് ഒരു ചാൻസും കൂടെ കൊടുക്കാം. ഈ ടീമിലേക്ക് ഞാൻ വന്നത് ആ പുള്ളിനെ കണ്ടോണ്ടാ. ഷിയാസിന്റെ പൂക്കൾ നിക്കർ കാണുന്നുണ്ട്. ലാസ്റ്റ് റൗണ്ട്. ഹലോ, അങ്ങനെ വീഴും. അവിടെ ഇരിക്കൂ. മുട്ടൂത്ത്. റെഡി? 1 2 3. ഷിയാസിന്റെ നിക്കറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആ മരങ്ങൾ വരെ പൂത്തിരിക്കുന്നു. അതായത് ടോട്ടൽ ഇപ്പോഴത്തെ പോയിന്റ്സ് 2-1 ആണ്. ജിത്തുവിന് 2 പോയിന്റ്സ്, ഷിയാസിന് 1 പോയിന്റ്. നൈസ് ആയിട്ട് ഒരു റൗണ്ട് എന്ന് പറയുന്നു. ഇല്ല, ഈ റൗണ്ടിൽ 1 പോയിന്റ് അങ്ങോട്ട് പോയിരിക്കുകയാണ്. ദാറ്റ് മീൻസ് 1-1 ആണ് പോയിന്റ്. സോ ഈ റൗണ്ടില് നമ്മള് ഇനി വിളിക്കാൻ പോകുന്നത് നമ്മുടെ സുമ ആൻഡ് ചിലങ്ക. ഇപ്പൊ ടൈ ആയിട്ട് നിൽക്കുകയാണ്. ഇനിതാ സുമ ഇറങ്ങുന്നു, ഓപ്പോസിറ്റ് ചിലങ്ക ഇറങ്ങണു. ഈ കോംബോ ആണെങ്കിൽ തന്നെ ഞങ്ങൾ ഒരു ടീമിൽ നിന്നപ്പോഴാണ് കോംബോ ആയി നിന്ന്. ഇപ്പൊ കൊമ്പ് കോർക്കാൻ പോവാണ്. അത് മാത്രമല്ല, ഈ ചിലങ്കയാണ് 2 ദിവസമായിട്ട് ഭയങ്കര ഫോമിലുമാണ്. പേടിയുണ്ടോ ചിലങ്ക? രാത്രി കണ്ടാൽ. ശരി, ഓക്കെ. ചിലങ്ക, ഞാൻ സത്യം പറയാലോ, വെള്ളത്തിൽ പേടിച്ചിട്ടാ കഴിഞ്ഞ ഗെയിം ജയിച്ചത്. ഉറപ്പായിട്ട് ഞാൻ വെള്ളത്തിൽ പോയി, എനിക്ക് പേടിയാ. കുളിക്കാറൊക്കെ ഉണ്ട്. വെള്ളം മൂക്കി കയറിയതേ. ശരി, നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാണ്. ഓൾ ദി ബെസ്റ്റ് രണ്ടുപേർക്കും. ടേക്ക് കെയർ. 1 2 3.
ഇത്രയുള്ളോ? കോംബോ കോംബോ ആ കുട്ടിക്ക് ഇനി ഒരു ഇത് ശരിയാവൂലോട്ടാ. നമുക്ക് ഒരു റൗണ്ടും കൂടെ പോവാം. ചിലങ്കയ്ക്ക് ഒരു നാക്ക് പോ മനസ്സിലായിട്ടുണ്ട്. ബിനീഷേ, മുമ്പേ ആ ജിത്തുവോടെ വന്നപ്പോ നിന്റെ പൊടി പോലും ഹെൽപ്പിനെ അവിടെ കണ്ടില്ലല്ലോടാ. ഭയങ്കര ഹെൽപ്പ് തന്നെ, നീ ഹെൽപ്പ് തന്നെ ഭയങ്കരമായിട്ട്. ചിലങ്ക കോൺഫിഡൻസ് ഈ സെക്കൻഡ് റൗണ്ട് ആയപ്പോ കൂടിയോ കുറഞ്ഞോ? കുറഞ്ഞു. എന്തു പറ്റി? ചിലങ്കൊക്കെ കുറഞ്ഞെങ്കിലും ബിനീഷ് ഭാഷൻ എന്തോ കൂടിയിട്ടുണ്ട്. ഭ്രാന്താണോ? അല്ലല്ല, ഇത് വേറെ അസുഖമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ബാലൻസ് കിട്ടുന്നില്ല. ഇപ്പൊ കറക്റ്റ് ബാലൻസ്. ഇവിടെ ഒരു ആട്, ഇവിടെ ഒരു കോഴി. ബാങ്കിൽ പൈസ ഉണ്ടാ നോക്ക്. Ready, 1, 2, 3. പെതുക്കെ വലിക്കണടാ, പെതുക്കെ വലിക്കണ. അങ്ങനെ അത്രേ ഉള്ളു. അങ്ങനെ അവിടെ ഇരുന്ന് വലിച്ചോ. ഒറ്റ വലി വലിച്ചോളൂ. ഒറ്റ വലി. ചിലങ്കയും ചങ്ങലയും. എന്റെ ചിലങ്കല വലിക്കല്ലേ. ബിനീഷ് ഒന്ന് ഹെൽപ്പ് ചെയ്തേ. അങ്ങോട്ട് പോണ്ട, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാ മതി. ആ പഴംപൊരിനെ വലിച്ച എണ്ണയിലേക്ക് ഇട്ടേ. വന്ന് വീഴ്, വാ. Yes, yes, very good, very good, very good, very good, very good. വലിക്ക്, വലിക്ക്, വലിക്ക്. Yes, yes, yes. Come on, come on. വരും. അവിടെ പിടിക്കരുത്, അവിടെ പിടിക്കരുത്, അവിടെ പിടിക്കരുത്, അവിടെ പിടിക്കരുത്. വരും. കുട്ടേട്ടാ, മഴ പെയ്യണ കുട്ടേട്ടാ. ബിനീഷ് ഭാഷൻ വെറും ഗുണ കേവാണ്ടോ. എന്നോട് പക പോക്കിയതാ. എന്തിനാന്നറിയ ഇതിൽ ഒരു മയത്തിലൊന്ന് വിട്ടു തന്നൂടെ? പകപൊക്കാൻ അവനാരും മണപ്പള്ളി പവിത്രനും. ശരി, നമുക്ക് ലാസ്റ്റ് റൗണ്ടിലേക്ക് പോവാം. എന്നാലും ഇത് വലിയ ചതിയായി പോയി. അവിടെ എത്ര പെൺപിള്ളേരുണ്ടായിരുന്നു. ഈ തടിമാടനൊക്കെയാണോ എനിക്ക്? ഞാനൊരു വിജയരഹസ്യം പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? പറയൂ. രഹസ്യമായിട്ട് പറഞ്ഞു. രഹസ്യമായിട്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ബോധമില്ലാത്തവരെ ഈ പരിധിക്കുള്ളിൽ നിന്ന് മാറ്റുക. നിങ്ങൾ രക്ഷപ്പെടും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ട്. 1, 2, 3. ചിലങ്ക 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 എന്റെ ചിലങ്ക ചിലങ്ക. പറ്റോടി. അപ്പോ എന്തായാലും സുമ തന്നെയാണ് ജയിച്ചിട്ടുള്ളത്. നമ്മൾ 2 റൗണ്ട് നോക്കി ആൻഡ് ഒരു റൗണ്ടിൽ ലൈക് ചിലങ്ക സ്കോർ ചെയ്തു. ദാറ്റ് മീൻസ് ഓൾ ടോട്ടൽ സുമയ്ക്കാണ് പോയിന്റ്സ് വന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ ജയിച്ചിട്ടുള്ളത് സുമ ആൻഡ് ടീം. നിങ്ങൾക്കൊരു റിലാക്സേഷൻ ആവശ്യമാണ്, ഒരു വാട്ടർ തെറാപ്പി. അടിയിൽ പിച്ചുന്നുണ്ടല്ലോ, ഒരു മ്യൂസിക് ഇട്ട് കൊടുക്കൂ പ്ലീസ്. അമ്മ വീട്ടിലില്ലാത്തപ്പോൾ രണ്ടാനച്ഛന്റെ ക്രൂരത.
ഓക്കെ, ഐഷു അതുപോലെ തന്നെ ഡയന എത്തിയിരിക്കുകയാണ്. ഡയനയുടെ മുഖത്തൊരു കോൺഫിഡൻസ് ഒട്ടും കാണുന്നില്ലല്ലോ. തൊട്ടപ്പുറത്തെ കോമ്പറ്റീറ്ററിനെ കണ്ടിട്ടാണോ? ഒരു സസ്പെൻസും ഇല്ലാത്തൊരു ഗെയിം. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഊഹിക്കാം എവിടെ സംഭവിക്കാൻ പോകുന്നത്. അത്രയുള്ളൂ. ഉത്സവപ്പറമ്പിൽ പോകുമ്പോ ഐശ്വര്യം കൊണ്ട് പോകുമ്പോഴേ അമ്മ അച്ഛനും ഐശ്വര്യനോട് പറയാം ആനയെ പേടിപ്പിക്കല്ലേ മോളെന്ന്. ഐശുവിനെ ടെൻഷൻ ഉണ്ട്, ടെൻഷൻ മാറാൻ ഒരു ഐഡിയ ഉണ്ട്. ഐശ്വയുടെ ടെൻഷൻ മാറണമെങ്കിൽ നീ മണിയുടെ ജംഗ്ഷനിൽ പോയി നിൽക്കണം. So, count down please. 3, 2, 1. ഐഷു 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 ഐശ്വര്യ ഐശ്വര്യ പാലാഴി കടയുന്ന ലാഘവത്തോടെ പാലാഴി കടയുന്ന ലാഘവത്തോടെ പാലാഴി കടഞ്ഞെടുത്തു. ഗ്യാപ്പിന് തടിപ്പനിക്ക് പോകണ്ട, അല്ലെങ്കിൽ ഈ തടി വലിച്ച താഴെ ഇടൂല. 2 റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് റൗണ്ട് അനുസരിച്ചിരിക്കും ഏത് ടീം ജയിക്കുന്നുള്ളത്. ഓക്കെ, റെഡി? 1, 2, 3 സ്റ്റാർട്ട്. വലിച്ചിട്ട് ഡാന പോലെ വിട്ടു കൊടുക്കരുത്. ഐശ്വര്യ പോലെ അപ്പോ ഇപ്പോഴത്തെ പോയിന്റ് എന്നല്ല, ഈ റൗണ്ടിൽ ഐഷുവിന്റെ ടീമാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. ഡയനയ്ക്ക് 1 പോയിന്റേ പറ്റിയുള്ളൂ. ഡയന ആകെ വിഷമത്തിലാണ്. നോ പ്രോബ്ലം. എന്തായാലും ടോട്ടൽ ഇതുവരെയുള്ള 2 ഗെയിമും നമ്മൾ നോക്കി കഴിയുമ്പോ എന്ത് ചെയ്യാം? 2-2 നമ്മളിപ്പോ നിൽക്കണേ. ദാറ്റ് മീൻസ് ടൈ ആണ്. അപ്പൊ ഇത് ടൈ ബ്രേക്ക് ചെയ്യണ്ടേ? അപ്പൊ ഈ ടൈ ബ്രേക്കർ എന്ന് ഉദ്ദേശിക്കുന്നത് ഓൾ ടോട്ടൽ 2-2 നമ്മൾ നിൽക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാ മെമ്പേഴ്സും ായിട്ട് എല്ലാവരും ഒരുമിച്ച് ചട്ടപ്പട്ടയെന്ന് കയറുന്നു, ചട്ടപ്പട്ടയെന്ന് അവിടെ നിന്നും ഇവിടെ നിന്നും വലിക്കുന്നു. ഒരു സൈഡിൽ നിന്ന് 4, ഈ സൈഡിൽ നിന്ന് 4 ഒരുമിച്ച് വലിക്കുന്നു. പ്ലും 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 എന്ന് പറഞ്ഞിട്ട് എത്ര പേര് വെള്ളത്തിൽ പോകുന്നുള്ളത്. ഫൈനൽ റൗണ്ട്. ഓക്കെ, റെഡി? ഓക്കെ, ഫൈനൽ റൗണ്ട്. ഇപ്പൊ അറിയാം ഏത് ടീമായിരിക്കും ജയിക്കാൻ പോവാന്നുള്ളത്. വാശിയേറിയ മത്സരം. ടിനിച്ചേട്ടാ, ഏത് ടീമായിരിക്കും ജയിക്കുക? റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ടീമായിരിക്കും കോഴി ടീം. റൈറ്റ് എന്ന് പറയുമ്പോ കോഴി ടീം ആട് ടീം അല്ല, കോഴി ടീം. ഫിനിഷ് നയിക്കുന്ന കോഴി ടീം. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. പറ്റും. ഇറങ്ങടാ വള്ളിന്ന്. എടാ, 2 ആണുങ്ങൾ ഇപ്പുറത്തുണ്ടായിട്ട് അതും മുതുക്കന്മാര് മുതുമുതുക്കൻ. ശരി, അടുത്ത റൗണ്ട്. ഇങ്ങനെ മൊത്തം 3 റൗണ്ടാണ് നിങ്ങൾക്ക്. ഇവരെയാണ് നമ്മൾ മലയാളത്തിൽ മരപ്പാഴികൾ എന്ന് വിശേഷിപ്പിക്കാം. തീപ്പെട്ടിക്കോൽ ഉണ്ടാക്കാൻ പോലും പറ്റൂല. 1, 2, 3 സ്റ്റാർട്ട്. അയ്യോ പോയേ. ഓക്കെ, 1 more round left. ചിലങ്ക ഓക്കെ ആണോ? ക്ഷീണമുള്ളവർക്ക് കുറച്ച് ആട്ടുംപാൽ എടുക്കട്ടെ. ഫൈനൽ റൗണ്ട് നമ്മളിതാ കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പൊ എത്ര റൗണ്ട് കഴിഞ്ഞു? 2 റൗണ്ട്സ് കഴിഞ്ഞു അല്ലെ? ലാസ്റ്റ് റൗണ്ട് ആണ്. അപ്പൊ 3-3 ആണ്. ഗെറ്റ് റെഡി, കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. ചിത്തു പിടിക്കല അവിടെ പിടിക്കാൻ പറ്റില്ല.
അത് വെളിയിൽ, അത് വെളിയിൽ. വലി 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 വലി. ഈ ഗെയിം ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കുകയാണ്. വെള്ളത്തിൽ കിടന്നും പലരും വലിച്ചു. അതുകൊണ്ട് തന്നെ വീണ്ടും ആദ്യം മുതൽ ലാസ്റ്റ് റൗണ്ട്. സോ ലാസ്റ്റ് റൗണ്ട് കൗണ്ട് ഡൗൺ പ്ലീസ്. വലിയടാ, വലിയടാ, വിടറാ. വലിയടാ, വലിയടാ. വിടണോ? വിടടാ ജിത്തു. വലിയടാ. പൊട്ടനാണ്. കോഴിമുട്ടയുണ്ട്, ആട്ടുംപാലുകാര് തോറ്റുപോയിരിക്കുകയാണ്. ആട്ടുംപാലിന് ഗുണമില്ല. ഒരു താറാമുട്ടയുടെ ഉണ്ടായിരുന്നെങ്കിൽ കാണിച്ചു തരായിരുന്നു. ഞങ്ങളുടെ സെലിബ്രിറ്റിക്ക് ചെറിയൊരു വീഴ്ച പറ്റി. ചെറിയ വീഴ്ചല്ല, വലിയ വീഴ്ച. വലിയ വീഴ്ച. അവന് ഒരു ഗ്ലാസ് ആട്ടുംപാൽ കഴിച്ചോണ്ട് പോടാന്ന് ഞാൻ 100 തവണ ഞാൻ പറഞ്ഞതാ. അപ്പൊ കേട്ടില്ല. അപ്പൊ ക്ലൈമാക്സും കണ്ടല്ലോ. ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ അതിൽ ജയിച്ചിട്ടുള്ളത് നമ്മുടെ നോബി ചേട്ടന്റെ ടീമാണ് ജയിച്ചിട്ടുള്ളത് കേട്ടോ. ഗുഡ് ജോബ്. ആ പിള്ളേരെ വാഷിംഗ് മെഷീനിലിട്ട് കറക്കി അതുങ്ങളുടെ ചോര നീരുവാക്കിയിട്ട് പേര് ദേ ഇരിക്കുന്ന സ്തൂപത്തിന്. കോച്ച് കളിക്കാറില്ലല്ലോ. ശരി ടിനി ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു ഓൾ ടോട്ടൽ? സയന്റിഫിക് ആയിട്ട് പറയട്ടെ. ആ, അല്ല, ഇതിന്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വീട് വെക്കുമ്പോൾ മൂലസ്ഥാനം കറക്റ്റ് ആവണമെന്ന് പറയും. കാരണം എന്നാലേ അതിനൊരു ഉറപ്പ് കിട്ടുള്ളൂ. അപ്പൊ ഈ കളിയിൽ പലരുടെയും മൂലസ്ഥാനത്തിന് ഉറപ്പുണ്ടായിരുന്നില്ല. അതാണ് ഷിയാസ് കരീമിന് ഒട്ടും ഉണ്ടായിരുന്നില്ല. കാരണം ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് തന്നെ അങ്ങോട്ട് വീഴ. അപ്പൊ കോറിന് ശക്തി വേണം, കോറിന് പവർ ഉണ്ടെങ്കിൽ അല്ലേ. കോർ മീൻസ് ഒരു ബോഡിയുടെ കോർ എന്ന് പറയുന്നത് അരക്കെട്ട്. നിങ്ങൾ ജിമ്മിൽ പോണ ആളല്ലേ, അപ്പൊ അതിന് പവർ ഇല്ലാത്തതാണ് പലരുടെയും പ്രശ്നം. ഇതൊന്നും അല്ലാതെ ഇതിലൊരു ഹിഡൻ സീക്രട്ട് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് പലർക്കും മനസ്സിലായിട്ടില്ല. നമ്മളത് സ്റ്റാർ മാജിക് ടീം, അതായത് പിന്നിലുള്ള ടീം അത് റിവീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഇനിയും അധികം വൈകാതെ ഈ സെയിം ഗെയിം നമ്മൾ ഇവിടെ തന്നെ കൊണ്ടുവരും. ടിനിച്ചേട്ടൻ പറഞ്ഞ പോലെ ഒരു സയൻസ് ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. അത് അപ്ലൈ ചെയ്താൽ മാത്രമാണ് ആ ഒരു ഫോർമുല കറക്റ്റ് ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്താന്നുള്ളത് ഇവർ വർക്ക്ഔട്ട് ചെയ്യട്ടെ. അപ്പൊ ഹോംവർക്ക് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഷാജി പാപ്പം വരും. എന്തായാലും മണിക്കുട്ടി ഇനിയിപ്പം റെസ്റ്റിലല്ലേ. വരും. അല്ലല്ലോ, എടുക്കണ്ട. തള്ളയ്ക്ക് നിന്ന് ഹോസ്പിറ്റലിൽ വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് കൊച്ചിന് പാല് കുടിക്കാൻ കൊടുത്തു വിട്ടതാ. നോബി മാർക്കോസ് വരൂ. ഒന്ന് അനങ്ങൂ പ്ലീസ്. സാർ, ഗെയിം കളിക്കാത്തവരൊക്കെ വരൂ. സാറിന്റെ പെട്ടിയിരിക്കുന്ന ഈ ആൻഡ്രൂസിന്റെ കയ്യിലാണ്. അല്ല, എന്റെ പെട്ടിയിൽ നിറച്ച് ചീഞ്ഞ സാധനങ്ങളായിട്ട് ഞാൻ പോവാണ് തിരിച്ചു വിടുന്നത്. അപ്പൊ കൊണ്ടുവന്നേക്കാൾ കൂടുതൽ തിരിച്ചു കൊണ്ടുപോവാണ്. കോർ സ്ട്രെങ്ത് കൂടുതലാ, നിനക്ക് കൂടുതലാണ്. വിനീഷ് ബാസ്റ്റർ അവർ കളിക്കുന്നു, നമ്മൾ അനുഭവിക്കുന്നു. എന്ത് കൈൻഡ് ഓഫ് പണിഷ്മെന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്? ഞങ്ങൾക്ക് മധുരമില്ലാത്ത ചായയും ഒരു പണിഷ്മെന്റായി സ്വീകരിച്ച് ഓക്കെ. ഇതിനിടയ്ക്ക് ബെനീഷ് ബാസിന് ഒരു സന്തോഷ വാർത്തയുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ മഞ്ഞക്കാർഡ് കിട്ടിയ വിവരം നിങ്ങളെ സന്തോഷം അറിയിക്കും. ഇവര് ഗെയിം കളിക്കാതെ മേലനങ്ങാതെ വെറുതെ ഇരുന്നിട്ടുള്ളതിനുള്ള പണിഷ്മെന്റ് ടാസ്കിലേക്ക് നമ്മൾ പോവാണ്. ചാട്ടവാറിനടിച്ചോ, ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. അടിച്ചോ. വെറുതെ അങ്ങനെ അടിക്കുന്നത് നമുക്ക് താല്പര്യമില്ല. ഓപ്ഷൻസ് കൊടുക്കും ഞങ്ങള്. അല്ലാണ്ട് വെറുതെ ഇവര് പറയുന്ന അനുസരിച്ച് ചെയ്യാൻ ഓപ്ഷൻസ് പറയട്ടെ പ്ലീസ്. അപ്പൊ ചേട്ടന്മാരെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിട്ട് കൂട്ടത്തിലെ ഏറ്റവും ചിടുങ്ങാമണി ഓപ്ഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട് ദേവിക്കുട്ടി. അപ്പൊ ദേവിക്കുട്ടി ഇതിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യൂ കേട്ടോ. നിങ്ങൾ ചെയ്യണേ. അതെല്ലാം നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ചേട്ടനില്ലേ? ഹലോ, സ്പെഷ്യൽ ഇൻവിറ്റേഷൻ വേണോ? സ്റ്റാൻഡ് അപ്പ്. ഇരിക്കാൻ പോലെ യൂസ് ഇറ്റ്. ആദ്യം എല്ലാം ഓപ്പൺ ചെയ്തിട്ട് നോക്കരുത്. ഓക്കെ, അത് കണ്ടല്ലോ. ഫസ്റ്റ് വൺ. ഇത് ഞങ്ങൾ ചെയ്തിട്ടില്ല, ഇത് ഞങ്ങൾക്ക് ചെയ്യണം. സെക്കൻഡ് വൺ എനിക്കറിയാൻ പോലെ. തേർഡ് വൺ. ഇതാണ് സൂപ്പർ. അത് അടിപൊളി അല്ലേ? നമ്മുടെ ഒരു വിധി. ഫോർത്ത് വൺ. എനിക്കത് വേണം. ഒന്നും കണ്ടിട്ടില്ല, പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ചേട്ടാ ഇത് എടുക്കട്ടെ. ഇത് ഓക്കെ എടുത്തോ, ഒരേ ഗ്ലാസ് എടുത്തോ. അത് വേണ്ട ഇതെടുത്താലോ? സെക്കൻഡ് അത് 2 പ്ലേറ്റ് എടുത്തോ. അത് വേണ്ട. തേർഡ് വൺ ഉറപ്പിക്കാം. അത് പിഴിഞ്ഞേറണം. സോഡ ഒഴിച്ച് ഉറപ്പിക്കാം. തേർഡ് വൺ. ഓക്കെ ഫൈൻ. ഇനി നമുക്ക് പോയി നോക്കാം എന്താണ്. സിമ്പിള്.
നാരങ്ങ പിഴിയുക. സിമ്പിൾ. ഇത്രേ ഉള്ളൂ. അതെന്നാ പരിപാടിയാ കാണിച്ചേ? പനമ്പള്ളി നാറിന് 2 കുലുക്കി സർവത്ത് കടകളിൽ 3 കൊച്ചിയിലുണ്ട്. 3 ചേട്ടന്മാരൊക്കെ വെറുതെ ഇരിക്കല്ലേ, ഇതെങ്കിലും ഒന്ന് ചെയ്തോ. ഓരോരുത്തർ വരും. എനിക്ക് നന്നായിട്ട് പിഴിയാറിയാ. അപ്പൊ പിഴിയൂ. സർബത്ത് ഷമീർ എങ്ങനെയാണോ നാരങ്ങ പിഴിയുന്നത്, അതായത് സർബത്ത് ഷമീർ നെറ്റി കൊണ്ടാണ് പിഴിഞ്ഞെടുക്കുന്നത് നാരങ്ങ, അതുപോലെ 1/2 ഗ്ലാസ് എങ്കിലും മിനിമം നിങ്ങൾ നാരങ്ങ പിഴിഞ്ഞ് നാരങ്ങ വെള്ളത്തിന് വേണ്ട നാരങ്ങ എക്സ്ട്രാക്ട് എടുക്കണം. അപ്പൊ ഇതില് നെറ്റി ഇങ്ങനെ വെക്കുക, പിഴിഞ്ഞെടുക്കുക, ഒന്ന് ചെരിച്ചു കൊടുത്ത് ഗ്ലാസ് പ്രോപ്പർലി പ്ലേസ് ചെയ്യണം കേട്ടോ. അപ്പൊ ആദ്യം ബിനീഷ് ബാസ്റ്റൻ വരൂ. ഇന്ന് മുതൽ ബിനീഷ് ബാസ്റ്റന്റെ വെക്കേഷൻ തീരുകയാണ്. ബിനീഷ് ബാസ്റ്റൻ പറയണ ഇനി ഞാൻ ഗെയിം കളിച്ചോളാന്ന്. റെഡി? പിഴിഞ്ഞു കഴിഞ്ഞ് അത് ചെരിയുമ്പോൾ ഗ്ലാസ് കറക്റ്റ് ആയിട്ട് അവിടെ താഴെ വെച്ച് കൊടുക്കണം കേട്ടോ. കൈ യൂസ് ചെയ്യരുത്. ഓ ഇങ്ങനെ പോയ 1/2 ഗ്ലാസ് ഇപ്പൊ കിട്ടും. ഓക്കെ, അതെ, ഒരു മിനിറ്റ്. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഒരു സെലിബ്രിറ്റിയെ കൊടുക്കാനുണ്ട്. ചതക്കരുത്. പതുക്കെ കറക്റ്റ് ഗ്ലാസ് വെക്കണേ. ഓക്കെ, ശരിക്കും ഇത്ര വലിയ ഗുസ്തിക്കാരൻ വന്നിട്ടും ഇവിടെ ഒന്നും സംഭവിച്ചില്ല. അടുത്ത ആള്. പുലിമുരുകൻ എന്ന 100 കോടി ക്ലബിൽ അഭിനയിച്ച മോഹൻലാലിന്റെ പുലിമുരുകൻ എന്ന ചിത്രത്തിലെ നെടുന്തൂളം വേഷം ചെയ്ത അദ്ദേഹത്തിന്റെ സുഹൃത്തായി വേഷം ചെയ്ത നോബി മാർക്കോസ് ഇതാ നെറ്റി കൊണ്ട് നാരങ്ങ പിഴിയുന്നു. ദളപതിയുടെ അഭിനയിച്ച് അവ ആദ്യം ചെയ്ത് മാതൃകയായിരിക്കും. നോബിച്ചേട്ടന് ആടിലുണ്ടായിരുന്നില്ലേ? ഓ, ആടിലും. അപ്പൊ സർവത്ത് ഷമീറിന് അടിപൊളിയായിട്ട് അറിയാം. ഓക്കെ നോബിച്ചേട്ടാ, കമാൻ. കൈ യൂസ് ചെയ്യരുത് കേട്ടോ. ഇനി നാരങ്ങ വെച്ച കൈ നീ യൂസ് ചെയ്യരുത്. കൈ മാറ്റൂ. ഓക്കെ, സൂപ്പർ, അടിപൊളി. ചേട്ടാ ഇത് തന്നെയായിരുന്നു പണി. കൈ മാറ്റൂ. വെരി ഗുഡ്, അടിപൊളി. ഇനി ഷാജി പാപ്പൻ പോരട്ടെ. ഗുഡ് ജോബ് നോബിച്ചേട്ടാ, അടിപൊളി. ഭയങ്കര പ്രൊഫഷണലിസം ഫീൽ ചെയ്തു. നിങ്ങൾക്ക് മാറ്റിന്റെ പരിപാടി ഉണ്ടായിരുന്നോ? ഇനി ഷാജി പാപ്പന്റെ പിടിയിലൊന്ന് ഈ കാണും. പരിപാടി ഇല്ലെങ്കിലും ജീവിക്കാം. ചേട്ടാ 3Dയിൽ ഇത് കാണുന്നത് നാരങ്ങ. കൈ മാറ്റണം. ഇപ്പൊ 1 ഗ്ലാസ് കണ്ണാടി ചില്ല് ഇട്ട് കൊടുന്നു. ആഹാ, ഗ്ലാസിൽ കൂടെ ഒക്കെ ഒഴുകുന്നു. ഷാജി പാപ്പൻ പിഴിയുന്നത് 3D ലൈം ജ്യൂസ്. എന്താ ചേട്ടാ ഷാജിപ്പാപ്പനൊക്കെ പറഞ്ഞിട്ട്? സൂപ്പർ എണ്ണ. ഇതിനും ഭേദാ നാരങ്ങയിലൊരു ശൂലം കുത്തിയ കവളത്തേക്ക് അടിച്ചു വിടുവായിരുന്നു. വെരി ഗുഡ്, മതി. അയ്യോ, കളയണ്ട. ഏത് മണ്ടൻ ഗ്ലാസ്സിലൊഴിക്കാനുള്ള ഞാൻ നിക്കണത് എടുക്കണതിന് മുമ്പ് കളഞ്ഞില്ലേ മൊത്തം കൊണ്ട്. എന്തായാലും ഷാജി പാപ്പന്റെ ഒരുപാട് ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറഞ്ഞു. എല്ലാം ഇത് എപ്പോഴാണ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത്? ടിനി ചേട്ടാ, നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ ഈ ഗെയിം? എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവർക്കും ഒരു ഉപജീവന മാർഗം കണ്ടുപിടിക്കാൻ സാധിച്ചു. ഉപ്പിട്ടൊരു സോഡ ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. ഇവിടെ നിന്ന് 3 മുഖരു കിട്ടിയിട്ടുണ്ട്. എന്റെ 2 എണ്ണം ഫുഡ് പോയ്സൺ. ഇനിയിപ്പം താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പിഴിഞ്ഞു പിടിക്കാം. വേണ്ട, നമുക്ക് ആട്ടുംപാല് തന്നെ മതി. നീ ഈ നാരങ്ങ വെള്ളം മൊത്തം കുടിക്കേണ്ടി വരും ഇവിടെ ഇരുന്ന്. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് ടു ചിലങ്ക ആൻഡ് ടീം, കാരണം അവരുടെ ടീമാണ് ജയിച്ചത്. ഗുഡ് ജോബ്. സ്വിമ്മിംഗ് പൂളിലെ വെള്ളം ഈ നാരങ്ങയും കൂടി ചേർത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു വിഷം ലോകത്ത് കിട്ടൂല. ആട് ചുമക്കണ കാണണ? ആടിനെ ചുമക്കണത്. ആടിനറക്കണോ ഇവൻ അറക്കണോ? ഇതൊക്കെ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യണമെങ്കിൽ അച്ഛന്മാരറിയാമോ? ട്രീറ്റ്മെന്റ് നമുക്ക് എങ്ങനെയും ചേട്ടാ, ഒരു കുടുംബത്തിനെയും കൊച്ചി എന്ന് പറഞ്ഞ നഗരത്തെ ചേട്ടാ നമ്മുടെ ഡോക്ടറിന്റെ അടുത്ത് ആടിനെ കൂടി കാണിച്ചാലാ?
ചേട്ടാ വൈദ്യുത മന്ത്രിയെ പരിചയമുണ്ടോ? ഇവന്റെ വീട്ടിന്റെ ബാക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു ട്രാൻസ്ഫോമർ വേണം. അവൻ ഡയറക്റ്റ് എടുത്ത് വെക്കുക. അത് 110 പോരാ, ഇവനൊക്കെ 250 വാട്ട്. അല്ലെങ്കിൽ ഇവനെ ഇവിടെ നിന്ന് ഇടുക്കിയിലേക്ക് മാറ്റാൻ പറ്റുമോ? ഡയറക്ടർ ഒരു 10 സെന്റ് സ്ഥലം എടുത്ത് അവിടെ ടീമേ ഇത് കയ്യിൽ വെച്ചതാ, അടുത്ത ക്രിസ്മസിന് പുൽക്കൂട്ടിൽ വെക്കാം. ഈ 2 കോമഡി കൂടി ഇടുക്കി ഡാമിൽ കൊണ്ടിടാൻ ഒരു വണ്ടി തരുമോ? ആ മണി പോലും കിളിങ്ങുന്നില്ലടാ ആടിന്റെ. ഇലക്ട്രിക് കാർ മേടിക്കുന്നവർക്ക് ബിനീഷ് ബാസിനെ തരുന്നതായിരിക്കും. എന്തിനാ? കറണ്ട് ഇഷ്ടം പോലെ ദേഹത്ത് കിടക്കുകയല്ലേ, ചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ ഈ ഒരു അൺലിമിറ്റഡ് ഫൺ എപ്പിസോഡ് നമ്മളോട് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കാം. ബൈ, ഗുഡ് നൈറ്റ്.